ലൈഫ് ടുഡേ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിൽ തേങ്ങ വറുത്തരച്ച മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നും ഇത് പറയുന്നുണ്ട്. ഒരു 5 മുട്ട പുഴുങ്ങി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. 2 വലിയ സവോള നീളത്തിലരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഇത്രയൊന്ന് അരിഞ്ഞു വയ്ക്കണം. ഇനി വറുത്തരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ തേങ്ങ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം. മുട്ടക്കറിക്ക് വേണ്ടി തേങ്ങ വറുക്കുമ്പോൾ തീയലിനൊക്കെ വറുക്കുന്ന അത്രയും പരുവത്തിൽ മൂത്ത് വരണ്ട, പകുതി മൂപ്പായാൽ മതി. ഇങ്ങനെ ചെറുതായിട്ട് ചുവന്ന് വരാൻ തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ചെറിയ ഏലക്കായും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ഈ തേങ്ങയൊക്കെ ഏകദേശം ഒരു പകുതി മൂപ്പായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മസാല വഴറ്റുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. ആ കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും അരിഞ്ഞു വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു പകുതി മൂപ്പാകുമ്പോൾ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ടൊന്ന് മുരിയുന്നത് പോലെ ഒന്ന് വഴന്നു വരണം. അതൊന്ന് വഴന്നു വരുന്നതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഇളക്കാം. പകുതി മൂപ്പാകുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. ഇനി 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മീറ്റ് മസാലയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ആ മസാലയെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ച ആ തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ട് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുക. ആ മുട്ട ഒന്ന് വരഞ്ഞു വെച്ചാൽ അതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കും. നമ്മുടെ ടേസ്റ്റി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന മുട്ടയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മുടെ ഈ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്